ഈ മൗലവിമാര് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ കൊണ്ട് ഇവർ പറയുന്നത് കേട്ടോളി. സയ്യിദ് മുഹമ്മദ് ശിഹാബ് കൊണ്ട് മാത്രമല്ല, അമുസ്ലിംകളെ നേതാക്കന്മാരെ കൊണ്ടും പറയുന്നുണ്ട്, കൂട്ടത്തിൽ തങ്ങളും കൂടി കൂട്ടിയതാ. അതെന്ന് വെച്ചു കൊടുത്താമനെ, ഇവരേതാ സാധനം ജനങ്ങൾക്ക് അറിയണ്ടേ? വിശ്വാസത്തിന്റെ പേരിൽ ഭക്തന്മാരടുത്തുകൂടുമ്പോൾ ചൂഷണം ചെയ്യുകയാണ്. ചൂഷണ മനസ്ഥിതി, അടിമത്തം ഉണ്ടാക്കുന്ന മനസ്ഥിതി, ഉടമത്ത മനസ്ഥിതി ആർക്കൊക്കെ വരുന്നതെന്നറിയാമോ? ഈ കഴിഞ്ഞ ദശകങ്ങളിലും കേരളത്തിൽ കത്തിത്തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് ഗുരു നിത്യ ചൈതന്യയതി. പേര് നോക്കണേ, മാതാപിതാക്കളിട്ട പേരല്ല, രാജ്യം സമ്മാനിച്ച പേരല്ല, ശ്രീ ശ്രീ കാമകോടി മഠാധിപർ അല്ലേ? ശ്രീ 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 18 ശ്രീ ആചാര്യ രവിശങ്കർ, ശ്രീ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മനസ്സിലായോ? പേരുകൾ കൊണ്ട് വലുതാവുക. ആര്? ജനങ്ങൾ വലുതാക്കുകയാണ്, മറ്റുള്ളവർ വലുതാക്കുകയാണ്. എന്താ ആവശ്യം? കണ്ടോ നിങ്ങൾ? എന്തിന് ഈ മുസ്ലിം സഹോദരന്മാരുടെ നേതാക്കളെയൊക്കെ ഭരിച്ചിട്ട് ചർച്ചക്കിടണം? എന്തിന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഈ നിലക്ക് നിസ്സാരപ്പെടുത്തി സംസാരിക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാട്ടിൽ കുഴപ്പമുണ്ടാക്കലല്ലാതെ ഈ കക്ഷികൾക്ക് എന്താണ് ഇവിടെ ഉദ്ദേശം? എന്തിന് അമുസ്ലിം സഹോദരന്മാർ ആരാധിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന നേതാക്കളെയൊക്കെ എന്തിന് പരിഹസിക്കണം? ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാര്, ശിഹാബ് തങ്ങളും തങ്ങളല്ല, ഖലീൽ തങ്ങളും തങ്ങളല്ല. ആരാവിന്റെ തങ്ങള് അശോക സിംഗാളും LK അഡ്വാനിയും തങ്ങളാണ്. ആ മൗലവി പറയാണ്, കേട്ടോളി, ഈ മൗലവിമാരെ പരിചയപ്പെടണം മുസ്ലിം സമുദായം. ഒന്ന് വെച്ചു കൊടുത്തവനെ. തങ്ങളെ കുടുംബം ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ, അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല. ഇനി ആരാധകന്മാരിൽ നിന്ന് വെച്ചു കൊടുത്ത ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകുത്ത് അദ്വാനിയും വിനയകത്തിയാറും അശോക സിംഗാളും എല്ലാരും ആദമിന്റെ മക്കളാണ്. എല്ലാരും തങ്ങന്മാരാണ്. എല്ലാരും തങ്ങളുടെ മക്കളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അദ്വാനിയും അശോക് സിംഗാളൊക്കെ തങ്ങൾ, പാണക്കാട് തങ്ങളും ഖലീൽ തങ്ങളും തങ്ങളല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ നമ്പൂരിയാണ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പിടിക്കൂലേ? അല്ലേ? ഹിന്ദു സമുദായത്തിൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കക്ഷികളാണ് നമ്പൂതിരിമാര്. നമ്മളെ പറ്റി നമ്പൂതിരാണ് നമുക്ക് ഇഷ്ടം പിടിക്കൂലേ? ഇതുപോലെ അഡ്വാനി തങ്ങളെ തന്നെ അഡ്വാനിക്ക് ഇഷ്ടം പിടിക്കൂലേ? അശോക് സിംഗാണ് തങ്ങളെ തന്നെ അവർക്ക് ഇഷ്ടം പിടിക്കൂലേ? എന്തിനാണ് ഈ മറ്റു സമുദായത്തെ പ്രകോപിപ്പിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചു. വേറെ സമുദായത്തെ എന്തിനീ മൗലവിമാര് പ്രകോപിപ്പിക്കണം? എന്റെ ഖലീൽ തങ്ങൾ തങ്ങളല്ല, അതുപോലെ പാണക്കാട് തങ്ങൾ തങ്ങളല്ല. ഫത്വ